മുജാഹിദിന്റെ നാടാണ്. ഇവിടെ നബിദിനത്തിന് ആഘോഷത്തിന് ഇവിടെ ആളെ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട്. ഈ മുജാഹിദിന്റെ നേതാക്കന്മാരെ മക്കള് മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിന്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദിന്റെയും എന്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേട്ടല്ലോ എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിനും വേണ്ടി, അതിൻ്റെ ആഘോഷങ്ങളും സന്തോഷങ്ങൾക്കും വേണ്ടി, അതിനുള്ള ചെലവിന് വേണ്ടി നമ്മൾ ചെറുപ്പക്കാരൊക്കെ ഓരോ വീട്ടിലൊക്കെ കയറി പിരിവ് നടത്തുമ്പോൾ മുജാഹിദുകൾ എന്താ ചെയ്യുന്ന അറിയോ? റോട്ടിൽ ഇറങ്ങിയിട്ട് പോകുന്ന വണ്ടിക്കൊക്കെ കൈ കാട്ടി പിരിവ് നടത്തണം. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടാനല്ല, അമ്പലത്തിലെ പരിപാടി വിജയിപ്പിക്കാനാ. നമ്മുടെ മുജാഹിദുകളുടെ മക്കളുണ്ടല്ലോ, അമ്പലത്തിലെ പരിപാടി വിജയിപ്പിക്കാനാ. മുജാഹിദുകളുടെ മക്കൾ അതിന് മുൻപന്തിയിൽ. ഈ നാട്ടിലല്ലേ? ഇയാൾ പറഞ്ഞ ഒന്നുകൂടി കേട്ടു നോക്കൂ. മുജാഹിദിന്റെ നാടാണ്. ഇവിടെ നബിദിനത്തിന് ആഘോഷത്തിന് ഇവിടെ ആളെ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട്. ഈ മുജാഹിദിന്റെ നേതാക്കന്മാരെ മക്കള് മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിന്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദിന്റെയും എന്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ, അതുകൊണ്ട് തന്നെ ഹുസൈൻ സലഫിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുണ്ട്. അതെന്താന്നുള്ളത് ഹുസൈൻ സലഫി തന്നെ പറയട്ടെ. മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. അതെ, മഹാന്മാരെ അനുസ്മരിക്കലും പ്രകീർത്തിക്കലും അവരുടെ ചരിത്രം പറയലോ ശിർക്കോ ബിദ്അത്തോ ഒന്നുമല്ല. അതൊക്കെ പുണ്യകർമ്മങ്ങളാണ്. കാരണം പരിശുദ്ധ ഖുർആൻ ധാരാളം മഹാന്മാരുടെ അനുസ്മരണങ്ങളും പ്രകീർത്തനങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉള്ളതാ. മൗലിദുകളുടെ ഉള്ളടക്കൊക്കെ അത് തന്നെയാണല്ലോ. ബദർമാല, മൊഹീദ്ദീൻമാല, മൊഹീദ്ദീൻ മൗലിദ്, റിഫായി മൗലിദ്, ഇങ്ങനെ തുടങ്ങി ഓരോ മഹാന്മാരുടെ പേരിൽ മാല മൗലിദുകൾ ഉള്ളതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂനുസ്, സൂറത്ത് മറിയം, സൂറത്ത് ലുഖ്മാൻ എന്നിങ്ങനെ മഹാന്മാരുടെ പേരിൽ ഓരോ സൂറത്തുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഇബ്രാഹിമിനെ സ്മരിക്കുക, മൂസയെ സ്മരിക്കുക, മറിയമിനെ സ്മരിക്കുക, നമ്മുടെ അടിമയായ ദാവൂദിനെ സ്മരിക്കുക തുടങ്ങി മഹാന്മാരെ സ്മരണകളുള്ള കൽപ്പനകൾ, മഹാന്മാരെ സ്മരിക്കാനുള്ള കൽപ്പനകളും ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ കാണാം. ലോകത്തൊട്ടുക്കും ഹബീബായ നബിയുടെ ജന്മദിനം, ത്തോടനുബന്ധിച്ചുള്ള മൗലിദ് സദസ്സുകൾ, അതേ പ്രകാരം ആഘോഷങ്ങൾ, സന്തോഷങ്ങൾ നടക്കുകയാണ്. ലോകത്തൊട്ടുക്കും നടക്കുകയാണ് ഈ സന്തോഷങ്ങൾ. وقف بنا جواد المقال عن اضطراد في الحلبة البيانية صلى الله عليه وبلغ طاعم الإملاء في فنافه الإيضاح منتهى. മൗലിദ് ഓതൽ മക്കത്തുണ്ടോ മദീനത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വഹാബികളോട്, മുജാഹിദുകളോട് നമുക്ക് പറയാനുള്ളത്, ഇതൊക്കെ പിന്നെന്താ ബംഗാളികളാ? ഇത് കണ്ടിട്ട്, ഈ വേഷം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണത്? ബംഗാളികളായിട്ടേ തോന്നിയോ? ഇത് സാക്ഷാൽ സൗദി അറേബ്യയുള്ള മക്കത്തും മദീനത്തൊക്കെ ഉള്ള ആൾക്കാരാ. ഇപ്പൊ എന്താ സംഭവിച്ചറിഞ്ഞാല്, മൗലിദ് ഓതല് സിർക്കാണ് കിർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മൗലിദ് നിർത്തിയ ആൾക്കാരുണ്ട്. ആരൊക്കെയാന്ന് നോക്കി നോക്കിയാണ്? ഇവരൊക്കെയാണ് നിർത്തിയത്.
ഈ ആളുകളൊക്കെ നിർത്തിയിട്ട് ഇപ്പം മുജാഹിദുകളൊക്കെ കുട്ടികൾ ഇവരെ ത്വരീക്കത്താ സ്വീകരിച്ചത്. ഒരു പുതിയ ത്വരീക്കത്താപ്പ്. എന്തൊക്കെയപ്പോൾ ആ ത്വരീക്കത്തിൽ പോയിട്ട് ISM-ലൊക്കെ ഇപ്പോൾ ആള് കുറവാണ്. മെമ്പർഷിപ്പ് ISM-ന്റെ മെമ്പർഷിപ്പൊക്കെ കുറഞ്ഞിട്ട് ഈ ത്വരീക്കത്താരൊപ്പാ പോയത്. മാല മൗലിദൊക്കെ സിർക്ക് അറിഞ്ഞാണ്ട് പൊക്കെ എത്തിപ്പെട്ടത് നോക്കി. ഇവരൊക്കെ ഇപ്പം എത്തിയ സ്ഥലം നല്ല സ്ഥലത്തല്ല എത്തിയത്. ഒന്ന് പറഞ്ഞേ കേട്ടോക്കെ. മുജാഹിദിന്റെ നാടാണ്. പക്ഷേ എന്തുണ്ട്, ഇപ്പൊ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ. ആ തെരീക്കത്ത് എന്താ അറിയോ? അത് EA ജബ്ബാറിന്റെ തെരീക്കത്ത്, ലിയാഖത്ത് അലിന്റെ തെരീക്കത്ത്, ജാമിദ ടീച്ചറെ തെരീക്കത്താണ് ഇപ്പൊ ഇവിടെ ശക്തമായിട്ട്. ഇവിടുത്തെ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും പള്ളി പ്രസിഡന്റിന്റെയും സെക്രട്ടറിന്റെയും എല്ലാവരും മക്കള് ഇന്ന് അതിലാണെന്ന് സജീവമായിട്ട്. ISM-ന്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോൾ ഇവരെ മെമ്പർഷിപ്പ് ഇന്ന് കൂടി വരികയാണ്. ഇനി യഥാർത്ഥ കുഫർ കാണണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നബിദിനത്തിന് ആഘോഷത്തിന് ഇവിടെ ആളെ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട്. ഈ മുജാഹിദിന്റെ നേതാക്കന്മാരെ മക്കള് മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദിൻ്റെയും എൻ്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. പള്ളിയിൽ വെച്ച് തന്നെ ഇങ്ങനെ പറയുന്ന ആളുകൾ അവരുടെ പള്ളിയിൽ നല്ലോ ഓണാഘോഷം ആഘോഷിക്കും ചെയ്യും. ഇതാണ് അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ പറ്റൂല, അന്ന് ദുഃഖിക്കണം. കാരണം നബി മരിച്ച ദിവസമാണല്ലോ. നബി മരിച്ച ദിവസമാണ്. ഇസ്ലാമിൻ്റെ ശരീഅത്തിന്റെ നിയമം പോലും അറിയാത്ത വഹാബികളാണ് ഇത് പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കണത്. ഇസ്ലാമിൽ ദുഃഖത്തിനേക്ക് 3 ദിവസം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അത്താസിയത്തു സലാസത്തു അയ്യ, 3 ദിവസം മാത്രം. അതിനപ്പുറം ഏറാൻ പാടില്ല. എന്നാൽ സന്തോഷത്തിന് പരിധിയില്ല, എത്രയും സന്തോഷിക്കാം. നബിദിനത്തോടനുബന്ധിച്ച് ഫുജൈറയിൽ 3ാമത് ബദർ ഫെസ്റ്റിവൽ നടന്നു. ഫുജൈറ ക്രിയേറ്റീവ് സെന്ററിലായിരുന്നു ചടങ്ങ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. ആധുനിക ലോകത്ത് പ്രവാചകാധ്യാപനങ്ങളുടെ പ്രസക്തി വളരെ വലുതാണെന്ന് ഫുജൈറ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർക്കി അഭിപ്രായപ്പെട്ടു. 3ാമത് അൽബദർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനുഷിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ഫെസ്റ്റിവലിൽ സംസാരിച്ച പ്രമുഖർ ചൂണ്ടിക്കാട്ടി. എല്ലാ വിഭാഗീയതകൾക്കുമപ്പുറം സഹിഷ്ണുതയുടെ സന്ദേശം ജനങ്ങളിലേക്ക് പടരാൻ നബിദിനം പ്രേരണയാകണമെന്നും പ്രസംഗകർ ഓർമ്മിപ്പിച്ചു. ഫെസ്റ്റിവൽ ഭാഗമായി കലാപ്രദർശനവും അരങ്ങേറി. നിരവധി ചിത്രകാരന്മാരുടെ സൃഷ്ടികൾ ഫെസ്റ്റിവൽ ഭാഗമായി പ്രദർശിപ്പിച്ചിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾ വരച്ച ചിത്രങ്ങൾക്കായി മത്സരവും ഏർപ്പെടുത്തി. ജേതാക്കൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മീഡിയ 1 ഷാർജ. ചുരുക്കി പറഞ്ഞാല് മുജാഹിദുകളോട് പറയാനുള്ളത് എന്തായാലും, നിങ്ങളേതായാലും നബിദിനം കൊണ്ടാടല് ശരിയല്ല, അത് ശിർക്കാണ്, തെറ്റാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. നബിന്റെ തീരെ സന്തോഷിക്കാൻ പാടില്ല. നമുക്ക് ഓണത്തിനും അതേ പ്രകാരം ബാക്കിയുള്ള കുട്ടി ജനിച്ചാല്, ഒരു നല്ല വീടുണ്ടായാല്, കല്യാണം വീട്ടിൽ നടന്നാല്, നല്ല ഒരു കാർ എടുത്താൽ അപ്പൊക്കെ സന്തോഷിക്കാം. അതിൽ യാതൊരു സംശയമില്ല, അത് തൗഹീദാ. എന്നാൽ റസൂലുള്ളാഹിന്റെ ജന്മദിനം നബി ജനിച്ച സന്ദർഭത്തിൽ നമ്മൾ സന്തോഷിക്കല് അത് കുറച്ച് ആലോചിക്കണം. നബിന്റെ വേണ്ട, ഓണത്തിന്റെ ഒക്കെ ആണെങ്കിൽ പറ്റും, വേറെന്തിൻ്റെ ഒക്കെ ആണെങ്കിൽ പറ്റും. നബിന്റെ മാത്രം അത്ര ഇഷ്ടമല്ല നമുക്ക്. ഇതാണ് വഹാബികളുടെ മതം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഖുർആന് വളരെ ആക്ഷേപിച്ച വ്യക്തിയായ അബൂലഹബിന് നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷ ഇളവാണ് ഹദീസിലുണ്ട്. എന്താ കാരണം അറിയോ? തൻ്റെ സഹോദരനിക്ക് ഒരു കുഞ്ഞുണ്ടായി, മുഹമ്മദ് എന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള ജനിച്ചപ്പോ ആ സന്തോഷ വാർത്ത തൻ്റെ അടിമ സ്ത്രീ തന്നെ അറിയിച്ചപ്പോൾ ആ സന്തോഷം കൊണ്ട് അടിമയെ മോചിപ്പിച്ചപ്പോൾ അത് കാരണമായിട്ട് അവര് നരകത്തിൽ നിന്ന്
മോചനം ലഭിച്ചു എന്നാ. ഇവിടെ പല വഹാബികളും പറയുന്നതോ അത് നബിന്റെ ഇതിൽ സന്തോഷിച്ചിട്ടില്ല, അടിമയെ മോചിപ്പിച്ചിട്ടാണ്. അടിമയെ മോചിപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് അടിമയെ മോചിപ്പിക്കാൻ കാരണം? നബി ജനിച്ച സന്തോഷം കൊണ്ട്. ഇനി നബി ജനിച്ച സന്തോഷം കൊണ്ട് അടിമയെ മോചിപ്പിക്കല് പിന്നെ നബിയെ സന്തോഷിച്ച പേരിലാണ് തെറ്റെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ലല്ലോ. അള്ളാഹു ഹറാമിലാണ് ഒരു സന്തോഷം ഒരു അമല് ചെയ്തതെങ്കിൽ സ്വീകരിക്കൂ. അപ്പൊ ആ നിലക്ക് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ച കാരണം എല്ലാ തിങ്കളാഴ്ച അബൂലഹബിന് കൈവിരലിലൂടെ ജലം വരുന്നു എന്നാ. മാത്രമല്ല സുഹൈലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു ഫീഹി ഉലിത്തു, അന്ന് എന്റെ മരണ ദിവസം എന്നല്ല, ദുഃഖിക്കാനല്ല പറഞ്ഞത്, ഫീഹി ഉലിത്തു, അന്ന് എന്റെ ജന്മദിനമാണ് എന്നാ. അപ്പൊ ജന്മദിനത്തിൽ സന്തോഷം നോമ്പ് നോറ്റാകാം, ഏത് സൽക്കർമ്മം കൊണ്ടും ഹലാലായ ഏത് സൽക്കർമ്മം കൊണ്ടും അന്ന് സന്തോഷിക്കാം. നിസ്കരിച്ചു കൊണ്ടാകാം, നോമ്പ് നോൽക്കാം, ഭക്ഷണം കൊടുത്തുകൊണ്ടാകാം, മൗലിദ് ഓതിക്കൊണ്ടാകാം, എന്തൊക്കെ സന്തോഷം കഴിയോ ആ സന്തോഷമൊക്കെ ചെയ്യാം. അല്ലാതെ 1500 കൊല്ലം മുമ്പ് മരിച്ച നബിന്റെ പേരിൽ ഇപ്പോഴും ദുഃഖിച്ചിരിക്കണമെന്ന് ഒരു ഭർത്താവിനെ മരിച്ചാല് ഭാര്യക്ക് 4 മാസം 10 ദിവസം ഇദ്ദ, അല്ലെങ്കിൽ അവളുടെ ഇദ്ദയുടെ കാലാവധി എത്ര വെച്ചാൽ ആ ദിവസം വരെ ദുഃഖിക്കാം അല്ലെ. അല്ലാത്തവർക്ക് എത്ര? 3 ദിവസം അത്താസിയത്തു സലാസത്ത് അയ്യാം. അല്ലാതെ പണ്ടെങ്ങാനും മരിച്ചതിന് നസ്റുള്ള റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മരിച്ചു പറഞ്ഞിട്ട് കാലാകാലം ദുഃഖിച്ചു തീർക്കുക. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് കിട്ടിയ നേട്ടങ്ങൾ മാത്രമേ കുറേ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹു തആലക്ക് ഉള്ള ഉദ്ദേശം എന്താ? അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മഹത്വം ലോകത്ത് മൊത്തം അറിയിക്കണം എന്നാ അള്ളാഹുവിന്റെ അടുക്കലുള്ളത്. റഫഅനാ ലക ദിക്റ, അങ്ങയുടെ ഓർമ്മയെ ഞാൻ ഉയർത്തിയിരിക്കുന്നു എന്നല്ലേ അങ്ങയെക്കുറിച്ച് പറയലിനെ. അങ്ങനെ അതുകൊണ്ട് അള്ളാഹുവിന് സംവിധാനം ഉണ്ടാക്കി, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അള്ളാഹും മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോ എന്നിട്ട് അതിന് വേറെ സംവിധാനം ഉണ്ടാക്കി, എന്താണ്? സൊല്ലു യാ അയ്യുഹല്ലദീന ആമനു സൊല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുവീൻ. അപ്പൊ ആകാശ ലോകത്തും ഭൂമി ലോകത്തും രണ്ടു ഭാഗത്തും ഒരുമിക്കാൻ വേണ്ടി, റസൂലുള്ളാഹിന്റെ മധു ഒരുമിക്കാൻ വേണ്ടിയാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. ഇപ്പൊ നമ്മളുണ്ടല്ലോ, അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫല്യഫ്റഹു, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവീൻ. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാനാണ് അള്ളാഹിന്റെ കൽപ്പന. ഏറ്റവും വലിയ റഹ്മത്ത് ഏതാന്ന് അള്ളാഹ് തന്നെ പരിചയപ്പെടുത്തണില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബിയെ ലോകർക്ക് മൊത്തം റഹ്മത്തായിട്ടാണ് അങ്ങേ ഞാൻ അയച്ചത്, അള്ളാഹു പറയുന്നത്. അപ്പൊ ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫല്യഫ്റഹു വഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈർ എന്ന. യുസല്ലൂന അല, റഹ്മത്ത് കൊണ്ട് വിവക്ഷ വേറെ. അല്ലാഹു തആല സ്വലാത്ത് ചെല്ലുന്നു എന്നുള്ള ഭാഗത്തൊക്കെ അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ളത് ഇമാം ബുഖാരി പറയുന്ന എന്താ അറിയോ? അല്ലാഹു സനാഉ അലൈഹിന്ദൽ മലായിക എന്ന, മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹു റസൂലുള്ളാഹിനെ പുകഴ്ത്തലാണ് എന്നാ. അതേമാതിരി നേരത്തെ പറഞ്ഞ ഖുർആനിലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി, റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം റസൂലിയാണ്. അപ്പൊ ആ നിലക്ക് നമ്മൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുക. ഇനി നാളെ മഹ്ശറ ചെല്ലുമ്പോൾ അല്ലാഹു തആല അങ്ങോട്ട് വിളിക്കും, ഇവിടെ വേണ ഈ സുന്നിയാലേ, പിന്നെ എന്താ ഈ ചെയ്ത വിറ്റ്? ഞാൻ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചീനി. അതിന് അല്ലാഹു തആല നരകത്തിലിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ അള്ളാന്റെ റസൂലിനെ പുകഴ്ത്തി പറഞ്ഞ കാരണത്താൽ മദ്ഹോദി റസൂലുള്ളാഹിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞെങ്കിൽ നരകത്ത് കടക്കുന്ന ഒരു സാമാന്യം ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു വഹാബി ഉണ്ടാവില്ല കൂട്ടത്തിൽ, ഓർക്കെങ്കിലും ചിന്തിച്ചൂടെ ഇത്? അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ, ലോകത്ത് എല്ലായിടത്തും റസൂലുള്ളാഹിനെ, അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹി. ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ വീഡിയോ കൂടി കട്ടിത്തരാം. എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലെ മുജാഹിദുകൾ സത്യത്തിൽ കുടുങ്ങിപ്പോയതാ. എല്ലാ ഭാഗത്തുള്ള മുജാഹിദ് വിശ്വാസക്കാർ പോലും, മുജാഹിദിലുള്ള ആളുകൾ പോലും റസൂലുള്ളാഹിന്റെ മദ്ഹ് കൊണ്ടാടുന്നുണ്ട്. കേരളത്തിലെ കുറച്ച് തിരിവില്ലാത്ത, ശരിക്കൊരു സൂറത്ത് പോലും ശരിക്കും ഓതാൻ കഴിയാത്ത ആളുകൾ അവിടെ കൂട്ടത്തിലുള്ളത്.
ഇവിടെ മുജാഹിദ് വാലുശ്ശേരി കുല്യായിൽ ഗാഫിറിന് ഓതുന്നൊന്ന് കേട്ടു വെക്ക് നിങ്ങള്. لا تعبدوا ما تعبدون لا تعبدوا ما تعبدون. ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. അപ്പൊ ഈ നിലക്ക് ലോകത്തെ എല്ലായിടത്തും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, പ്രൊഫസർമാർ, രാജ്യത്ത് തന്നെ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് റസൂലുള്ളാഹിനെ പുകഴ്ത്തട്ടെ, അറിയട്ടെ എല്ലാവരും. കൊല്ലത്തിലൊരിക്കൽ കുട്ടികളൊക്കെ അവരെ കുറിച്ചെങ്കിലും പാടണം, അതും ഇല്ലാതാക്കണ്ട വഹാബികളെ. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് വരെ റസൂലുള്ളാഹിന്റെ മദ്ഹ് മൗലിദ് ഓതുന്നു. അത് ഓതിയ വലിയ നേട്ടം കിട്ടുമെന്ന് പറഞ്ഞത് മഹാന്മാരായ ഇമാമിയങ്ങളും വലിയ ആലിമീങ്ങളുമാണ്. മദ്ഹബിന്റെ ഇമാമിയങ്ങളും അള്ളാഹു റസൂലിന്റെ സ്വഹാബത്തിന്റെ കൂടെ ജീവിച്ച ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ലൗ കാന ലി മിസ്ലു ജബലി ഉഹുദിൻ ലഅൻഫഖ്തു വലാ ഖിറാഅത്തി മൗലിദിർ റസൂൽ. നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു.